Good morning. From the following information, prepare a cost sheet of Mrs. Anand Limited showing the cost of production and the profit per unit, units produced, units sold. 1000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക, 800 യൂണിറ്റ് ആണ് വിറ്റിരിക്കുക. അപ്പോൾ 1000 മൈനസ് 800, 200 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ₹200 പെർ യൂണിറ്റ്. ദ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യുക. 200 ഇൻറ്റു 1000 എന്നുള്ളതായിരിക്കും അതിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക. ഡയറക്റ്റ് വേജസ് പെയ്ഡ് അതിനുശേഷം റെക്കോർഡ് ചെയ്യുക. അങ്ങനെ അവ രണ്ടും ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് ലഭിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ₹40,000 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടുന്നു. ഓഫീസ് ഓവർഹെഡ് 10% ഓഫ് വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റിൻ്റെ 10% ഓഫീസ് ഓവർഹെഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ എമൗണ്ടിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ യൂണിറ്റായ 200 യൂണിറ്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കുന്നു. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ശേഷം ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കുന്നു. അതിൻ്റെ കൂടെ വിറ്റ യൂണിറ്റിന് മാത്രം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡായ $20 പെർ യൂണിറ്റ് ആഡ് ചെയ്യുക. $20 ഇൻറ്റു 800 എന്ന് ആണ് വരിക. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ലഭിക്കുന്നു. തുടർന്ന് പ്രോഫിറ്റും അതിൻ്റെ സെയിൽസ് എമൗണ്ടുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മാർജിൻ ഓഫ് പ്രോഫിറ്റ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുക. സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. എന്നാൽ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസോ അതിൻ്റെ സെയിൽസ് എമൗണ്ടോ നമുക്ക് നൽകിയിട്ടില്ല.
ആയതിനാൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് കോസ്റ്റിൻ്റെ ഇത്ര ശതമാനമായിട്ടുള്ള പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ വേണം നമുക്കിവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് വരെയുള്ള ഐറ്റംസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോസ്റ്റിൻ്റെ ഇത്ര ശതമാനം പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സങ്കല്പിക്കുകയാണ് 100 ആയിട്ട് എടുക്കുന്നു, സെയിൽസ് മൈനസ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ 20 ഇത് പ്രോഫിറ്റ്. അപ്പോൾ ഈസിക്കൽ ടു കോസ്റ്റ് എന്ന് പറയുന്നത് 80 ആണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് സെയിൽസിൻ്റെ 20% ആണ് പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുക. സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ഈസിക്കൽ ടു കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണ്. അപ്പോൾ നമുക്കത് ഇപ്രകാരം എഴുതാൻ 20 ഡിവൈഡഡ് ബൈ 100. അത് നമുക്ക് അല്പോടെ സിംപ്ലിഫൈ ചെയ്താൽ അപ്പോൾ സെയിൽസിൻ്റെ 20% പ്രോഫിറ്റ്, അത് 20 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് തത്തുല്യമായിട്ട് നമുക്ക് ഇപ്രകാരം എഴുതാൻ പറ്റും. കോസ്റ്റിൻ്റെ അഥവാ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുക 20 ഡിവൈഡഡ് ബൈ 80 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 20 ഡിവൈഡ് ബൈ 100 എന്നുള്ളതും സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള ആ പ്രൊപ്പോർഷനും പ്രോഫിറ്റും കോസ്റ്റും തമ്മിലുള്ള പ്രൊപ്പോർഷൻ 20 ഡിവൈഡ് ബൈ 80 എന്നുള്ളതും തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അല്പോടെ സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ എഴുതാൻ പറ്റും. 20 ഡിവൈഡ് ബൈ 100 എന്നുള്ളത് 1/5 എന്ന് എഴുതാം. 20 ഡിവൈഡ് ബൈ 80 എന്നുള്ളത് 1/4 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റ് എങ്കിൽ അത് കോസ്റ്റിൻ്റെ എത്ര പ്രൊപ്പോർഷൻ ആയിരിക്കും പ്രോഫിറ്റ്? അത് 20 ഡിവൈഡഡ് ബൈ 80 എന്ന് ആയിരിക്കും. അല്പോടെ ലളിതമായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് സെയിൽസിൻ്റെ 1/5 ആണ് പ്രോഫിറ്റ് എങ്കിൽ അത് കോസ്റ്റിൻ്റെ 1/4 ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുക. മറ്റൊരു രീതിയിലൂടെ പറയാം, സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റിൻ്റെ 25% പ്രോഫിറ്റ്. അതായത് 1/4 എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല, എന്നാൽ ആ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് തത്തുല്യമായി കോസ്റ്റിൻ്റെ ഇത്ര ശതമാനമാണ് പ്രോഫിറ്റ് എന്ന് നമ്മൾ ഇവിടെ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ 25% ആയിരിക്കും പ്രോഫിറ്റ്. ആ 25% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ ആ പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അങ്ങനെ കോസ്റ്റ് ഓഫ് സെയിൽസും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ സെയിൽസ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് പൂർത്തീകരിച്ച് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.